ഹായ് ഗൈസ്, അപ്പോ ഓഫീസർ ഓൺ ഡ്യൂട്ടി കണ്ടു. എന്താ പറയാ, കിട്ടില്ല പടം. ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് നൽകാൻ പറ്റുന്ന ഒരു കിഡിലം പരിപാടി. ഞാൻ ഇതുപോലത്തെ ഒരു പരിപാടി കുഞ്ചാക്കോവിന്റെ അടുത്ത് ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് പുള്ളിയുടെ ക്യാരക്ടറിന് ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. ഒരു 2, 3, 4 വേരിയേഷൻസ് മിനിമം ഉണ്ടോ. ആ ക്യാരക്ടർ പിടിച്ച് ചെയ്തേക്കുന്ന രീതി, എന്റെ മോനെ അപാരം. ഈ പടത്തെ പറിച്ചിട്ട് നമുക്ക് ഈ പടത്തെ പറ്റിയിട്ട് ഒരു വാക്കുപോലും പറയാൻ പറ്റില്ല. എന്ത് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും സ്പോയിലറാ. കാരണം അത്രത്തോളം അടിപൊളി പടമാണ്. ഇതിന്റെ മറ്റേ റൈറ്റർ ഷാഹി കപൂർ, കിഡിലം റൈറ്റിംഗ്. നമ്മുടെ ഇലവിഴ പൊഞ്ചറൊക്കെ പുള്ളിയുടെ റൈറ്റിംഗിലുള്ള പടം, ഒരു രക്ഷയില്ല. ഇതിന്റെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഡോട്ട് കണക്ട് ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ പടത്തിലുണ്ട്. എക്സ്ട്രാ ഓർഡിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി അതുപോലത്തെ ഒരു പരിപാടി. മ്യൂസിക് ആയിക്കോട്ടെ, ജെയ്ക്സ് ഒക്കെ ഒരു മൂലയ്ക്ക് നിന്നിട്ട് കത്തിക്കുവാണ് എല്ലാ സീനും. ഇവിടെ എലിവേറ്റ് ചെയ്യേണ്ട സീനിൽ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യുന്നു. ഇമോഷൻ വർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് പരിപാടി കിഡിലനായിട്ട് പിടിച്ചിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റും, വോൾ ഡിപ്പാർട്ട്മെന്റ്, സിനിമാറ്റോഗ്രാഫി എനിക്ക് തോന്നുന്നു റോബി വർഗീസ് രാജാന്ന് തോന്നുന്നു, കിഡിലൻ സിനിമാറ്റോഗ്രാഫി. അതുപോലെ തന്നെ ഡിറക്ഷൻ, എന്താ പേര്, അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ ഡയറക്ടർ തന്നെ അതിലൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഏത് മറ്റേ നമ്മുടെ പോലീസുകാരനായിട്ട് പരിപാടി. തൂങ്ങിയിരിക്കാൻ ഞാൻ മനസ്സിലായി. ഒരു രക്ഷയില്ല, തൂങ്ങിയിരിക്കുന്നതും പറയല്ലേ. കാരണം ഒന്നും നമുക്ക് ഈ പടത്തെ പറ്റിയിട്ട് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അത്രത്തോളം സ്പോയിലർ പടത്തിൽ വരുന്നുണ്ട്. ഇപ്പൊ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ പോലും നമുക്ക് ഇപ്പോ കഴിഞ്ഞ മാസം കുറെ ഇൻവെസ്റ്റിഗേഷൻ കണ്ടുകൊണ്ട് ഞാൻ പടം കാണാൻ പോകുമ്പോൾ തന്നെ ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ആണല്ലോ ആ ഒരു മൈൻഡാ പോയത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറല്ല, ത്രില്ലറാണ് സത്യം. ഇൻവെസ്റ്റിഗേഷനേക്കാൾ കൂടുതൽ, കാരണം അധികം ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് പോകുന്നതിനേക്കാൾ അങ്ങനെ ഒരു എന്താ പറയാ, ഈ അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസോ അല്ലെങ്കിൽ അത്രത്തോളം സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു സംഭവത്തിൽ നിന്നും തുടങ്ങി അതിനെ വലിയൊരു, പക്ഷെ അത് എൻഡ് ചെയ്യുന്നത് വലിയൊരു ഇപ്പൊ നമ്മൾ പറയാൻ ഇങ്ങനെ പാട് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. അതാണ് ഇതിന്റെ മെയിൻ. നമ്മുടെ ആനന്ദം, എനിക്ക് തോന്നുന്നു അതിനുശേഷം ആ പടത്തിന് ശേഷം അവന് നല്ലൊരു റോൾ കിട്ടുന്നത് ഈ സാധനത്തിലാണ്. പരിപാടി അത് പല വില്ലന്മാരെ നമുക്ക് നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരാൻ പുള്ളിക്ക് സാധിച്ചു. എനിക്ക് തോന്നുന്നു ഇനി പുള്ളിയുടെ കരിയറിന് ഒരു ഗ്രാഫ് കിട്ടുമായിരിക്കും. അതുപോലെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 5 പിള്ളേരുണ്ടല്ലോ ഒരു ഗ്യാങ് ആണ്. അത് ഗ്യാങ്ങിലെ എല്ലാവരും 2 പെൺകുട്ടികൾ അവരുടെ ഫൈറ്റ് സീക്വൻസ് ആണ് കുബോ എക്സ്ട്രാ ഓർഡിനറി. അത് അവിടെ നിൽക്കട്ടെ, സ്റ്റിൽ ഇവരുടെ ഒരു മോർച്ചറി ഫൈറ്റ് ഒക്കെ ഉണ്ട്. കിഡിലം സാധനം എന്ന് പറഞ്ഞാൽ കിഡിലം പരിപാടി. അപ്പൊ ഇത് ഓൾമോസ്റ്റ് എല്ലാ ചേരുവകളും ചേർന്നുണ്ട്. ആക്ഷൻ ഉണ്ട് ഇതില്, 2 ചേസ് സീനുണ്ട് 2 കിഡിലം ചേസ് സീന്. അതുപോലെ തന്നെ എന്താ പറയാ, ഇമോഷണലി കണക്റ്റഡ് ആക്കണ സീനുണ്ട്. ഉണ്ട്. അതൊരു ബ്രേക്കിംഗ് ഇല്ല. അത് ഇപ്പൊ എന്തൊക്കെ സംഭവിച്ചാലും കേസ് അന്വേഷിക്കുന്ന ഓഫീസറുടെ ഫാമിലി ആയിട്ട് വരുന്നൊരു പരിപാടി. ഒരു പക്ഷേ ഇമോഷണൽ കണക്ഷൻ കാണിക്കാനായിട്ട് അവർ ചെയ്യേണ്ട പരിപാടി ആയിരിക്കാം. നമ്മളെ വില്ലന്മാര് ഓട്ടോമാറ്റിക്കലി കുറച്ച് കഴിഞ്ഞ് അവസാനമാകുമ്പോഴത്തേന് ഓഫീസേഴ്സിന്റെ ഫാമിലിയെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ ഇതൊക്കെ നമ്മൾ ഒരുപാട് പടത്തിൽ ഇതിലും ക്ലീഷേഡ് ആവുന്നുണ്ട്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഇതില് ചിലപ്പോ പോലീസ് ടീം തന്നെ ഈ ഒരു ഓഫീസറിനെതിരാവും, പിന്നെ അവരോട് മീൻസ് അവരെ എതിർത്ത് ഇവൻ ഒറ്റയ്ക്ക് കേസ് കളിക്കും അങ്ങനെ. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് അവരൊരു ടീമായിട്ട് ഒരു പടം തുടങ്ങുമ്പോ ഒരു പക്ക ആൽഫ മേലായിട്ടാണ് ചാക്കോച്ചനെ കാണിക്കുന്നത്. അതിനൊരു ഇൻസിഡന്റും പ്രൊട്ടക്ടത്തിൽ തന്നെ കാണിക്കുന്നത്. ഇത് കാണിക്കുമ്പോ നമ്മൾ പ്രേക്ഷകര് അങ്ങനെയൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ബ്രേക്കിംഗ് ആണ്. ഒരു ഇമേജും പുള്ളി അതിനകത്ത് വെച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ആ ഒരു സീൻ കാണുമ്പോൾ നമുക്ക് പുള്ളിക്കാരനോട് ദേഷ്യം നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നും. പക്ഷെ ആ ദേഷ്യം അടുത്തൊരു 5 മിനിറ്റിൽ തീരും. കാരണം അതിനുശേഷം പുള്ളിയുടെ വേറൊരു വേരിയേഷനാണ് കാണിക്കുന്നത്, പുള്ളി ഇങ്ങനെ ആയെന്നുള്ളത്. ഞാനിപ്പോ ആദ്യം പറഞ്ഞ ഈ വില്ലന്മാരുണ്ടല്ലോ, ഈ വില്ലനായിട്ട് അഭിനയിച്ചിരുന്ന കുട്ടികളുടെ ഒരു അവരുടെ എങ്ങനെ ഇത് മനസ്സ് വന്നു എന്നുള്ളത്, അതും ഭയങ്കര അതൊരു ഈ പോലീസുകാരിൽ തന്നെ ഒരു ഭയങ്കര ഷെയ്ഡുള്ള ആളുകളെ പറ്റിയിട്ട് നമ്മൾ വിചാരിക്കുന്ന ആയിരിക്കില്ല. അത് കാരണം ആ ഓഫീസറെ കുറിച്ച് തുടക്കം പറയുമ്പോൾ നമുക്കൊരു ഒരു ഇംപ്രഷൻ ഉണ്ട്. ആ ഇംപ്രഷന് എങ്ങനെ കഥ മാറ്റിമറിക്കുന്നു എന്നുള്ളത് സെക്കൻഡ് ഹാഫിൽ വൃത്തിക്ക് കാണിച്ചു. രണ്ടുപേരുടെ ഭാഗത്തും
ന്യായം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും അല്ല, ന്യായം എന്ന് പറയുന്നത് നമ്മളെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്, കഥ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അല്ല, കാരണം ഈ പറയുന്ന മോട്ടീവ്, അതായത് വില്ലന്മാരുടെ മോട്ടീവ് ഭയങ്കരമായിട്ട് നമ്മളെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നു. എന്താ വെച്ചാൽ ഡ്രഗ്സ് ആണ്, ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് കുട്ടികൾക്ക് വരുന്ന അത് പറയണമെന്ന് എനിക്കറിയില്ല. ഒരു ഫാക്ടറാണ് ഈ പടത്തില്. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ അടിപൊളി പടമാണ്. ഈ വർഷത്തെ അടുത്ത ബ്ലോക്ക് ബസ്റ്റർ, മിനിമം ബ്ലോക്ക് ബസ്റ്റർ. ഏകചിത്രത്തിന് ശേഷം അടുത്ത ഒരു പരിപാടി, അത് അടിക്കണ പരിപാടി. ഇത് കുഞ്ചാക്കോബൻ അടിക്കേണ്ടതാണ്. ബോഗിനിൽ വിളിക്ക് നഷ്ടപ്പെട്ട ഒരു സാധനം ഈ സാധനത്തിൽ, ഈ പരിപാടിയിൽ ഉണ്ട്. പുള്ളി തീർച്ചയായിട്ടും ഈ പരിപാടി അടിക്കുന്നുള്ളതാണ് എന്റെ വിശ്വാസം. നല്ല സിനിമയാണ്. എന്തായാലും എല്ലാവരും ഫാമിലിക്ക് ആയിട്ടൊന്ന് പോയി കാണാൻ. കാരണം കുട്ടികൾ അറിഞ്ഞിരിക്കണം ഇതിന്റെ ഒരു ദോഷവശം, ഒരു പരിപാടി എന്താണ്, ആഫ്റ്റർ എഫക്ട് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അതൊക്കെ ഉണ്ട്, അതൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ട്. അപ്പൊ എല്ലാരും തിയേറ്ററിൽ പോയി. മലയാളത്തിൽ വൺ ഓഫ് ദ അടിപൊളി പരിപാടി, ഈ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് പരിപാടിയാണ് പടം. അപ്പൊ എനിക്ക് ഈ പടം എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഇത് പോയി എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യാതിരിക്കും. വലിയ പ്രൊമോഷനോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഒരുപാട് പേര് അറിയാത്തത്. അധികം ഹൈപ്പ് ഇല്ലാത്ത. കാരണം ഒന്നാമത്തെ ഉണ്ട്, ഉണ്ടാവാം. ഇതൊരു കിടിലം പടമാണ്. എന്തായാലും നിങ്ങൾ പോയി കാണണം, അഭിപ്രായം അറിയിക്കണം. സോ മറ്റൊരു പടമായിട്ട് നാളെ കാണാം.